വലിയമ്മയ്ക്ക് പരിഭ്രമമായി. ഓപ്പുണ്ടാവില്ലേ? ഒന്നുകൂടി ഉച്ചത്തിൽ വലിയമ്മ ചോദിച്ചു. ഓപ്പുണ്ടാവില്ലേന്ന്. തിരക്കുണ്ട് എനിക്ക്, പക്ഷേ കാര്യത്തിന് വരാതെ വെക്കൂ. ഞാൻ വരാം, വലിയമ്മ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. ഓപ്പ് എന്നെ ഉത്സാഹിച്ചാലേ നടക്കൂ. ഒക്കെ യോഗം പോലെ വരും. തോണി കിടന്ന് പാഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഗോവിന്ദമാമ മടങ്ങിപ്പോകുമ്പോൾ വലിയമ്മ അമ്മയുടെ കയ്യിൽ നിന്നും 1 റുപ്യ വാങ്ങിക്കൊടുത്തു. അമ്മയോട് പറയുകയും ചെയ്യുന്നു, തന്ത സ്നേഹമുള്ളാനാ. ആരൊക്കെയോ വരാൻ പോകുന്നു. നല്ല നേരം നോക്കി അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ നിന്റെ കുട്ടിയിടത്തിയെ സംബന്ധം ആലോചിക്കാൻ ആള് വരിക. ഞാൻ കുട്ടിയിടത്തിയെ കണ്ടുപിടിച്ച് പറഞ്ഞു, കുട്ടിയിടത്തേക്ക് ആള് വരുന്നുണ്ട്. കുട്ടിയിടത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോടാ. അല്ല കുട്ടിയിടത്തി, സത്യ, അമ്മ പറഞ്ഞു. കുട്ടിയിടത്തിയുടെ ആൾ വരുന്ന ദിവസം എനിക്ക് സന്തോഷമായിരുന്നു. രാവിലെ തന്നെ വലിയമ്മ കുട്ടിയിടത്തിയെ ഉപദേശിച്ചു. എടി, അടക്കവും ഒതുക്കവും ആയി നടന്നു. നിന്റെ തെറിച്ചിത്തരം അവര് കാണണ്ട. കുട്ടിയിടത്ത് രാവിലെ കുളിച്ചു. കരയുള്ള അലക്കിയ മുണ്ടാണ് ചുറ്റിയത്. ചുവപ്പും നീലയും പുള്ളിയുള്ള ബ്ലൗസ് ഇട്ടു. ചുമന്ന സിന്ദൂരം കൊണ്ട് വലിയൊരു പൊട്ടും തൊട്ടു. ഞാൻ കുട്ടിയിടത്തിയെ കളിയാക്കി. കുട്ടിയിടത്തിയുടെ പവർ. ജാനുയിടത്തി പാഠം ചൊല്ലുന്ന മാതിരി നീട്ടി പറഞ്ഞു. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ?